SSC MTS 2019 ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിവൈസർ ആൻഡ് റിമൈൻഡർ. ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിവൈസറും കോഷ്യന്റും തമ്മിലുള്ള റേഷ്യോ 7:12 ആണ്. ഇഫ് ദ റിമൈൻഡർ ഈസ് 14, then find the remainder when the dividend is divided by 9. അതായത് ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ 3:2, ഡിവൈസറും കോഷ്യന്റും തമ്മിലുള്ള റേഷ്യോ 7:12, റിമൈൻഡർ 14 ആണെങ്കിൽ, ഒറിജിനൽ വാല്യൂ 14 ആണെങ്കിൽ ഇതേ ഡിവിഡൻറ്റിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന കേസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണെന്ന് നമുക്കറിയാം. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണെന്നറിയാം. നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അതുപോലെ തന്നെ ഡിവൈസറും കോഷ്യന്റും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 7:12. ഒറിജിനൽ റിമൈൻഡർ 14 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ചെയ്യണമെങ്കിൽ ഇത് മൂന്നും കൂടിയുള്ള കമ്പയർ റേഷ്യോ ഉണ്ടാക്കണം. ആ കമ്പയർ റേഷ്യോ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പയർ റേഷ്യോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പൊതുവെ കോമൺ ആയിട്ട് വരുന്നതിനെ നടുക്ക് എടുത്തു വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഡിവൈസർ റിമൈൻഡർ, ഓക്കെ, അതുപോലെ തന്നെ കോഷ്യന്റ്, ഈ കോമൺ ആയിട്ടുള്ള ഡിവൈസർ ആയതുകൊണ്ട് ഞാൻ അതിനെ നടുക്കെടുത്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ 3:2, കോഷ്യന്റും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ 12:7. കാരണം ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിവൈസറിന്റെ 7 ആയിരുന്നു, കോഷ്യന്റ് 12 ആയിരുന്നു. ഇനി ആക്ച്വലി കമ്പയർ റേഷ്യോ കിട്ടാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യണം അല്ലേ? അതിനായിട്ട് ഈ കിടക്കുന്ന 3 ഇങ്ങോട്ടേക്ക് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന എഴുതാനായിട്ട് ഇവിടെ കിടക്കുന്ന 7 എഴുതുക, ഇവിടെ കിടക്കുന്ന 7 എഴുതുക. സോ ഇനി ഇത് കമ്പൈൻ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 12 36, 7 × 3 21, 7 × 2 14. അപ്പൊ ഇതായിരിക്കും കോഷ്യന്റും ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള റേഷ്യോ. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതായിരിക്കും റേഷ്യോ. ഇതിനകത്ത് 14 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് 14 യൂണിറ്റ് ആണ് റിമൈൻഡറിനെ കാണിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനൽ വാല്യൂ തന്നിട്ടുള്ളത് 14 ആണ്. ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 1 യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് എത്രയായിരിക്കും? ഡിവിഡൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 36, അതായത് ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഞാനിതിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാതെയും ചെയ്യാം. ഓക്കെ, ഞാൻ എന്താ മൾട്ടിപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ വേണ്ടത് അല്ലേ? 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ വേണ്ടത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും സെയിം ആൻസർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനെ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 റിമൈൻഡർ വരും. കാരണം ഇവിടെ 36 കിടപ്പുണ്ട്, അപ്പോൾ 0 റിമൈൻഡർ വരും. ഇനിയിപ്പോൾ ബാക്കി പ്ലസ് ആണ്, പ്ലസ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ 14നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യണം. 14നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 റിമൈൻഡർ വരും. 5 റിമൈൻഡർ വരും. സോ ഇതിൻ്റെ ആൻസർ 5 ആയിരിക്കും. ഇതിൻ്റെ ഫൈനൽ ആൻസർ 5 ആയിരിക്കും.